നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 198ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിത്താരയെക്കുറിച്ചിട്ടാണ്. സൗമ്യനായ ഒരു മനുഷ്യൻ, ആരോടും സ്നേഹത്തോടും വിനയത്തോടും പെരുമാറുന്ന ഒരു സംഗീതജ്ഞൻ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നത്. അന്ന് സിനിമകൾക്ക് വേണ്ടിയിട്ട് സംഗീതം ചെയ്ത് തുടങ്ങിയിട്ടില്ല, അതിനു മുന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡോക്യുമെൻ്ററിക്ക് അദ്ദേഹമാണ് സംഗീതം നൽകിയത്. പിൽക്കാലത്ത് പലതവണ തരംഗിണി സ്റ്റുഡിയോയിലും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലും ശ്രീ ടി എൻ ഗോപിനാഥൻ നായരുടെ വീട്ടിൽ വെച്ചും ഒക്കെ നിരവധി തവണ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 200-ലധികം ചിത്രങ്ങളിൽ 700-ലധികം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയ അദ്ദേഹത്തിന് സൂഫി പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി അറിയപ്പെട്ട അദ്ദേഹം നിരവധി ചിത്രങ്ങൾക്കാണ് സംഗീതം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സിത്താർ വാദകനാണ്. വയലിൻ തരംഗദശ്രീ സ്കൂളിൽ കർണാടക സംഗീതത്തിലെ വയലിൻ അഭ്യസിക്കുകയും അവിടെ തന്നെ അധ്യാപകനായി തുടരുകയും പിന്നീട് ശ്രീ യേശുദാസിൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു നല്ലൊരു വ്യക്തിത്വം. എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതാൻ വേണ്ടി ശ്രീ ടി എൻ ഗോപിനാഥൻ നായരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് മോഹൻ സിത്താര അവിടെ വിസിറ്റിംഗ് ഹാളിൽ തറയിൽ പായിട്ട് അതിന് മുകളിൽ ഹാർമോണിയവും വെച്ച് ശ്രുതി മീട്ടുകയാണ്. അന്ന് ഞാൻ സ്വന്തമായൊരു ഡോക്യുമെൻ്ററി ചിത്രം ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കുകയും വെറും 15 മിനിറ്റുള്ള ഒരു ഡോക്യുമെൻ്ററി അന്ന് അവിടെ വച്ച് കണ്ട് മോഹൻ സിത്താരയോട് ഞാൻ ഇതേപ്പറ്റി സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എൻ്റെ മനസ്സിൽ ഇടിമിന്നലേറ്റ പോലെയാണ് തോന്നിയത്. അത് ഞാൻ വിശദമായി പറയാം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല. അത്ര നല്ലൊരു സഹൃദയൻ, നല്ലൊരു സംഗീത സംവിധായകൻ. 200ഓളം ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ജീവിതത്തിലെ ഒരു വലിയ കാലയളവ് സംഗീതത്തിന് വേണ്ടി ചിലവഴിച്ച ഒരു വ്യക്തിത്വം. 1959 സെപ്റ്റംബർ 26-ന് തൃശ്ശൂർ പെരുവല്ലൂരിലാണ് മോഹൻ സിത്താര ജനിച്ചത്. യേശുദാസിൻ്റെ തിരുവനന്തപുരത്തുള്ള തരംഗദശ്രീയിൽ സിത്താർ അധ്യാപകനായി ജോലി ലഭിച്ച ജ്യേഷ്ഠൻ്റെ പുറകെ 1977 ക്ലാസിക് വയലിൻ സ്റ്റുഡൻ്റായി ചേർന്നു. തുടർന്ന് വയലിൻ അധ്യാപകനായി. ഇതിനിടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിൻ്റെ അടുത്തു നിന്നും സംഗീതവും പഠിച്ചു. 1981 തരംഗിണി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിച്ചപ്പോൾ ഓർക്കസ്ട്രയ്ക്കൊപ്പം അദ്ദേഹവും ചേർന്നു. 1986 നവോദയ നിർമ്മിച്ച് രഘുനാഥ് പലേരി
തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിൽ ONVയുടെ വരികൾക്ക് സംഗീതം നൽകി. 200-നടുത്ത ചിത്രങ്ങളിൽ 700-ലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്നു. സൂഫി പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. ഇപ്പോഴും സംഗീത രംഗത്ത് തുടരുന്നു. പ്രശസ്തരായ ഒരുപാട് പേരുടെ കൂടെ അദ്ദേഹം ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. വിശദമായ എന്ന് പറഞ്ഞാൽ 5000-ഓളം വാക്കുകൾ, അത് കുറേ കൂടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അത് ചേർത്തിരിക്കുന്നത്. നന്മയുടെ പ്രതീകമാണ് അദ്ദേഹം. സ്നേഹധനനായ ഒരു മനുഷ്യൻ. രാരി രാരിരം രാരോ വേണുഗോപാലൊക്കെ പഴയ ആ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും. പക്ഷേ മനുഷ്യജന്മങ്ങളാണല്ലോ, അവരുടെ മനസ്സ് എങ്ങോട്ടൊക്കെയാണ് തിരിയുന്നത് എന്ന് അറിയില്ല. ഒരു കായലിൻ്റെ ആഴപ്പരപ്പ് മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചിട്ടും നിരവധി സ്ഥലങ്ങളിൽ വെച്ച് ഇപ്പോൾ കുറേ കാലമായി നേരിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടും, പക്ഷെ അന്നത്തെ ഒരു ഇടിമിന്നലേറ്റ അനുഭവം എന്താണെന്നറിയില്ല. മോഹൻ സിത്താര ചിലപ്പോൾ ഇത് കാണുമായിരിക്കാം. വളരെ എളിമത്വം നിറഞ്ഞൊരു കലാകാരൻ, സംഗീതത്തെക്കുറിച്ച് നല്ല ബോധവും ജ്ഞാനവുമുള്ള ഒരു വ്യക്തി. പക്ഷെ അന്ന് ഞാൻ TN ഗോപിനാഥൻ നായരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്തോ പാട്ടുകൾക്ക് ഈണം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രവി വെള്ളത്തോളും വന്നു അകത്തു നിന്നും. ഞങ്ങൾ ഈ പുസ്തകത്തിൻ്റെ കാര്യത്തെപ്പറ്റിയുമൊക്കെ രവി വെള്ളത്തോളുമായി സംസാരിച്ചു. ഞാൻ അച്ഛനോട് പറയാം എന്ന് പറഞ്ഞ് രവി വെള്ളത്തോൾ പുറത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അച്ഛൻ ചിരിക്കുന്നതല്ലാതെ 2 വാക്ക് പോലും എഴുതി തരുന്നില്ല. കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. രവി വെള്ളത്തോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എനിക്കൊരു പരിധിയില്ലേ അച്ഛനോട് പറയാൻ. അച്ഛനാണ്, വേറൊരാളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കടുപ്പിച്ച് പറയാം. അച്ഛനോട് എങ്ങനെ പറയും? അച്ഛൻ്റെ മനസ്സിൽ തോന്നണ്ടേ, പിന്നെ പ്രായാധിക്യവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രവി വെള്ളത്തോൾ എൻ്റെ അടുത്ത് ഒരു കുശലം, വാ വീട്ടുപടിക്കൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് നോക്കി, എന്താണ് മോഹൻ സിത്താര ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ചോദിച്ചേ, രവി കേട്ടോ? അപ്പം ഞാൻ കേട്ടു, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. എനിക്കൊരു വല്ലായ്മ തോന്നി. അദ്ദേഹം എന്തോ ട്യൂണിട്ട് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തും, വരികളിലൂടെ കണ്ണോടിക്കും, എന്നെ നോക്കിയും ചിരിക്കും, കൈ പൊക്കി ഹായ് എന്ന് പറയും. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതിനിടയിലാണ് ഞാൻ മോഹൻ സിത്താരയോട് പറഞ്ഞു, മോഹൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട്, അപ്പോൾ ഈ കമ്പോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇല്ല, പറഞ്ഞോളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മോഹൻ ഒന്ന് അതിന് മ്യൂസിക് വായിക്കണം. ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഒത്തിരി ചിത്രങ്ങൾ സംഗീത സംവിധാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, വലിയ റെമൻഡറേഷൻ തരാനൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിക്ക് മോഹനാണ് സംഗീതം നൽകിയിട്ടുള്ളത്. അന്ന് മുതലുള്ള പരിചയമാണല്ലോ. എടുത്തടിച്ച പോലെ എന്നോട് പറഞ്ഞു, പണ്ട് പായയിൽ കിടന്നതും കുളിച്ചതും ഒന്നും എന്നോട് പറയണ്ട. ഞാൻ സംഗീതം ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ പ്രതിഫലം കിട്ടണം. ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു.
അപ്പോൾ എൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് പ്രതികരിക്കുക എന്നതുകൂടിയുണ്ടല്ലോ. ഞാനത് ചിരിച്ചു. അപ്പോൾ പി എൻ ഗോവിന്ദൻ സാർ ചോദിച്ചു, എന്താ മോഹൻ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കഴിയില്ലെന്ന് പറയുക. അപ്പോൾ മോഹനൊന്ന് ചമ്മി. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇത് ഫീച്ചർ ഫിലിമൊന്നുമല്ല, ഒരു ഡോക്യുമെൻ്ററിയാണ്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്ന മാതിരി വലിയ ഇതൊന്നും തരാനില്ല, പറയുന്നത് കൃത്യമായി തരും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു മോഹമാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഇനി ഞാനൊരു ചിത്രം ഏതെങ്കിലും കാലത്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ വിളിക്കുന്ന കാര്യം ഞാൻ 25 പ്രാവശ്യം ചിന്തിക്കും എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് തിരിയുമ്പോഴാണ് അകത്തെ റൂമിൽ നിന്നും രവി വെള്ളത്തോൾ വരുന്നതും എന്നോട് സംസാരിക്കുന്നതും. പുറത്ത് ഇറങ്ങി നിന്ന് സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ പുറത്തുള്ള വഴിയിൽ ഇറങ്ങി നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള മറുപടിയും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെല്ലാം സൂപ്പറാണ്, അദ്ദേഹം നല്ല സംഗീത സംവിധായകനാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഏത് ഗോളത്തിൽ എത്തിച്ചേർന്നാലും പഴയ ഉഴുതുനിലം മാറില്ലല്ലോ. എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ രവി വെള്ളത്തോൾ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കല്ലേ. ഞാൻ പറഞ്ഞു, ഒരിക്കലും കൊണ്ട് നടക്കില്ല. നമുക്ക് പ്രതികാര വാഞ്ചയും പ്രതികാര ചിന്തയും ഒന്നുമില്ലല്ലോ. എന്നോട് മറുപടി പറഞ്ഞ സമയത്ത് മോഹൻ്റെ ചിന്ത വേറെ വല്ലതുമായിരിക്കാം. പ്രത്യേകിച്ച് ഒരു സോങ് കമ്പോസ് ചെയ്യുമ്പോൾ രാഗവും താളവും ഭാവവും എല്ലാം ഒത്തിണങ്ങണമല്ലോ. അല്ല, ഇന്നേ വരെ ശരവണ ഞാനിങ്ങനെ കേട്ടിട്ടില്ല. നമ്മളതെന്താണെന്നറിയില്ല. ശരവണൻ്റെ വാക്കുകൾ നമ്മുടെ സംശയമുണ്ടോ? ഞാൻ എന്തെങ്കിലും അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയും? ഞാൻ രവിയെ ഒരു കാര്യത്തിന് വിളിച്ചാൽ രവിയുടെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിലല്ലേ നമുക്ക് അതേപ്പറ്റി ചിന്തിക്കാനും മുന്നോട്ട് പോകാനും കഴിയൂ. എനിക്ക് ഒരു ദുഃഖവുമില്ല രവി. കുറെ കൂടി നല്ല രീതിയിൽ പറഞ്ഞാൽ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഈ പ്രക്രിയയാണ് നൂറ്റാണ്ടുകളായി, കോടാനുകോടി വർഷങ്ങളായി നടക്കുന്നത്. സൂര്യന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് എൻ്റെ ചിന്തയും. കാലങ്ങൾ എത്രയോ കഴിഞ്ഞു. അതിനുശേഷം ഒരിക്കൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ ചാരനിറമുള്ള ടീഷർട്ടും ധരിച്ച് അവിടെ എത്തിയപ്പോൾ എന്നെ കണ്ടൊന്ന് ചിരിച്ചു. ഞാനും ചിരിച്ചു. സംസാരിക്കാനേ പോയില്ല. മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. ഞാൻ അവിടെ നിന്ന് കുറേ നേരം സ്റ്റുഡിയോയ്ക്കകത്ത് കഴിഞ്ഞ ശേഷം ചിലരെയൊക്കെ കാണാനുണ്ടായിരുന്നു. അവരെ കണ്ട് പുറത്തേക്കിറങ്ങി തിരക്കിൽ നടന്നു പോകുമ്പോൾ മോഹൻ തലയിൽ ഇറങ്ങി ഓടി വന്നു എൻ്റെ അടുത്ത്. എന്താ ശരവണ ഒന്നും മിണ്ടാതെ പോയത്? അപ്പോൾ ഞാൻ ചിരിച്ചു. എന്താണ് പറയേണ്ടത് മോഹൻ? എനിക്കൊന്നും പറയാനില്ല. അന്നെന്തോ കമ്പോസിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്ററിയെ കുറിച്ച് പറഞ്ഞത് വലുതെന്നോ ചെറുതെന്നോ ഉള്ളതല്ല അവിടെ വിഷയം. സിനിമ തന്നെയാണ്. പിന്നെ വന്ന് ചോദിക്കുമ്പോൾ യുക്തിക്ക് നിരക്കുന്ന തരത്തിലാവണം കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാൻ. ഞാൻ എൻ്റേതായിട്ടുള്ള വീക്ഷണകോണിലൂടെ പറഞ്ഞു. മോഹൻ അതിനെ പ്രതികരിച്ചു. ഞാനത് അന്നേ മറന്നു കളഞ്ഞു. സോറി ശരവണ, അന്നത്തെ എൻ്റെ മാനസികാവസ്ഥ ശരിയല്ല ഇരുന്നു. നമ്മുടെ കുഴപ്പമില്ല. ഒരു പാത്രത്തിൽ വെള്ളമെടുത്താൽ
ആ പാത്രത്തിൻ്റെ ഷേപ്പാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്താൽ ഗ്ലാസിൻ്റെ ഷേപ്പാണ്. അതുപോലെയാണ് കല. ഇന്ന് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, നാളെ എൻ്റെ ഭാഗത്തായിരിക്കാം, മറ്റന്നാൾ വേറൊരാളുടെ ഭാഗത്തായിരിക്കാം. അതാണ് കലയുടെ ഒരു പ്രത്യേകത. ഇനി എന്ത് പറയാനാണ് മോഹൻ? പാട്ടുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. താടിയിലിങ്ങനെ ഒഴിഞ്ഞിട്ട് എന്തോ ഒരു ദുഃഖഭാരം പോലെ തോന്നി. മോനെ പോട്ടെ മോഹനെ തിരക്കല്ലേ, റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കല്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അവിടുന്ന് മടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി മോഹനെ കണ്ടിട്ട് പോകാം. രണ്ടാമത്തെ ദിവസം നടന്നു വരുമ്പോഴും മോഹൻ അവിടെ തന്നെ നിൽക്കുന്നു, റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ. അകത്തോട്ട് കയറാൻ സമയത്ത് ഞാൻ മോഹൻ ഒരു കാര്യം കൂടി പറയണം. എന്താ പറയൂ? ഒരു മഴ പെയ്തു തീർന്നാലുണ്ടാകുന്ന ഒരവസ്ഥ എങ്ങനെയായിരിക്കും? അതുപോലെ തോന്നി നമ്മുടെ ഈ സംസാരം. എല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യുമ്പോഴാണല്ലോ നമ്മളാവുന്നത്. എന്തായാലും സന്തോഷം മോഹൻ. എൻ്റെ മനസ്സിൽ യാതൊരു വെറുപ്പുമില്ല. ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചിരിച്ചു. സാഹിത്യത്തിലൊക്കെയാണല്ലോ പറയുന്നത്, നമ്മുടെ ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. ഭാഷയാണല്ലോ നമ്മളെല്ലാം കൊണ്ട് പലതും പറയിപ്പിക്കുന്നതും പലതും ചെയ്യിപ്പിക്കുന്നതും. എന്തായാലും സന്തോഷം മോഹൻ, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അവിടെ കിടന്നൊരു ഓട്ടോയിൽ കയറി ഞാനിങ്ങനെ മടങ്ങി വന്നു. അതിനുശേഷം ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല, എങ്കിലും വളരെ പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകൻ. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ അദ്ദേഹം ചെയ്ത ട്യൂണുകൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എല്ലാം ഓർത്തെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.